അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് സ്കൂൾ വ്ളോഗായിട്ട് ആരും കണക്കാക്കണ്ട, ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കണക്കാക്കിയാൽ മതി എല്ലാവരും. കാരണം രണ്ട് വീഡിയോ സ്കൂൾ വ്ളോഗായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി സ്കൂൾ വ്ളോഗാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ചടയ്ക്കും, അത് എനിക്കറിയാം. അതിനുകൊണ്ട് ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ചെന്നില്ലാട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ നേരം വൈകിയത് കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു 8:15 ഇറങ്ങേണ്ട ഞാൻ ഇന്ന് 8:20 ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ക്ലാസ് കയറ്റിയില്ലെങ്കിൽ പുറത്തേക്കാം, ഓക്കെ, അതോ കുഴപ്പമില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സീരാ പോകാനും തോന്നില്ല പിന്നെ കണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. ഞാൻ ആകെ ടയേർഡാണ്, അത് നല്ല പനിയൊക്കെ കഴിഞ്ഞല്ല, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് ഒരു കണ്ടൻറ് ക്രിയേഷൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ കോളേജൊക്കെ ഏതാ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇനി, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ട് വരി. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് കാണാം കേട്ടോ. ഫ്ലാഷ് ബാക്ക് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് പോയിട്ടുണ്ട്. അത് കണ്ടൻറ് ക്രിയേഷൻ്റെ ക്ലാസ് ആട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇല്ല, തിരൂരങ്ങാടി ഭാഗത്താണ്. അപ്പം ഇനി അങ്ങോട്ട് പോകണം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിന് എന്തായാലും ലേറ്റ് ചെയ്യുന്ന ഉറപ്പായി. ഇപ്പം തന്നെ വേറെ ഒന്നുമില്ല, ടൈം ഒരുപാട് കഴിഞ്ഞ്. അതുപോലെ നല്ല മഴ ചാറിനുണ്ട്, മഴ എപ്പോഴും ഒരു ചളി. അപ്പോൾ ലേറ്റ് ആവുമെന്ന് ഉറപ്പായി. കാരണം ഇത് മലപ്പുറം ബസ് കയറിയിട്ടൊക്കെ പോകാനുണ്ട്. സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ ചോദിച്ചിട്ട് വേണം പോകാൻ. എന്തായാലും ലേറ്റ് ആവും. 10 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാണ്. അപ്പോൾ അതിനെന്തായാലും ഒരു 10:30 11 മണി അപ്പോൾ നോക്കിയാൽ മതി. എന്നിട്ട് 1 മണിക്ക് കൈ ചെയ്യുക. എന്തായാലും നമുക്ക് വേഗം ഒന്ന് പോയി നോക്കാം. ഈ ചളിയൊന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. അങ്ങോട്ട് നോക്കി ഷൂ ഇപ്പോൾ കഴുകിയിട്ടോളൂ കേട്ടോ. വെളുത്ത് ഇപ്പോൾ കറക്കുമെന്ന് കണ്ടില്ലേ. എനിക്കാണെങ്കിൽ ടൈമും ഇല്ല മെല്ലെ നടക്കാൻ, അതാണ് പ്രശ്നം. മെല്ലെ നടന്നു കഴിഞ്ഞാൽ നേരം വേഗം ചെയ്യും. സ്പീഡ് നടന്നതിന്മേ ചളി ആവും ചെയ്യും. രണ്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം നടക്കാൻ മതി. മഴ ചാറുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ മഴ ഉണ്ടായിട്ട് എന്താ ക്യാമറയും പിടിച്ചിട്ട്. മഴ ചെറുതായിട്ട് ചാറിനോണ്ടാട്ടോ ക്യാമറ പിടിച്ചിട്ട്. പക്ഷേ ക്യാമറയുമ്പോൾ വെള്ളമുണ്ട്, നല്ല കുഴപ്പമില്ല. ഞാൻ നടക്കുന്നത് ഓടട്ടെ ചെയ്യാൻ മതിയായിരുന്നു കേസ്. കാരണം ബാഗൊക്കെ എടുത്തോളൂ കേട്ടോ, ബാഗൊക്കെ എടുത്ത് പിടിച്ചിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും ബസ്സിൽ കയറിയിട്ട് ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ബുക്ക് പിന്നെ പെന്നും കാര്യങ്ങളും വെച്ചിട്ടുള്ളൂ. കാരണം എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അഥവാ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എഴുതാമെന്നുള്ളതിൽ എടുത്തതാ കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പോഴും മഴ ചാറുണ്ട്. ഈ വെള്ളത്തിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. വേറെ എടുത്തോട്ടോ. നേരെ നമ്മൾ എവിടെ ഇറങ്ങിയാലും നേരെ വൈകലും ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ സ്കൂളിലേക്കാണെങ്കിലും നേരെ വൈകലും ഇത്തിരി കൂടുതലാണ്. ട്രെയിന് മഴ ചാറുണ്ട് കേട്ടോ. ട്രെയിൻ ഗോ എവേ കമ്മനർദേ എന്തല്ലോ. അപ്പോൾ നമുക്ക് വേഗം പോകട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 9:12 10 മണിക്ക് അവിടെ സ്റ്റാർട്ടായും. ഏകദേശം ചെമ്മാട് കഴിഞ്ഞിട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. പോയൊക്കെ ഉണ്ടായി. A few moments later. ഗൈസ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലാസ്സിൻ്റെ വിഷ്വലൊന്നും കിട്ടിയില്ല, ഞാൻ പോകത്തില്ല. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നു, വണ്ടിയിൽ നിർത്തി. അപ്പോൾ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേട്ട് എല്ലാം മനസ്സിലായിട്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എല്ലാം കൂടി ഇനി പഠിക്കാനുള്ളതും ഇനി അതൊക്കെ കോളേജ് സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതേ പറഞ്ഞതിന് ചെമ്മാട് ബസ് ഇപ്പോൾ നിൽക്കുന്നത് കുണ്ടൂരാട്ടോ. അപ്പോൾ ഇനി ചെമ്മാട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. നോക്കാം എന്തായാലും. ഇപ്പോഴും മഴ നിന്നിട്ടില്ല. മഴ എപ്പോഴും അറുമാസത്തിൽ ചെയ്യുന്നുള്ളൂ. ക്ലാസ്സിലിരിക്കണ ടൈമിൽ നല്ല പെയ്തു കേട്ടോ. അപ്പോൾ ഈ ബസ് കെട്ടെ അത് കഴിഞ്ഞിട്ടൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. ഓക്കെ, ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല മഴയായിരുന്നു. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അടിച്ചു പോകും. അമ്മായിരത്തെ മഴയായിരുന്നു. പിന്നെ ബസ് കയറി പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലായിരുന്നു. ബസ് കയറി പിന്നെ ഇവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് നല്ല മഴ കണ്ട് പെട്ടെന്ന് കുടയെടുത്ത് ഓട്ടോറിക്ഷ കയറി. കൊന്നാലും നനഞ്ഞാണ്.
3 hours later. A few moments later. ഗൈസ് അങ്ങനെ ചെട്ടിപ്പടി എത്തിയിട്ടുണ്ട് കേട്ടോ. ചെട്ടിപ്പടി എത്തിയപ്പോൾ ഇത് നോക്കി, നല്ല മഴ. ഞങ്ങൾ അവിടുന്ന് കയറി ഇവിടെ എത്തുമ്പോഴേ നല്ല മഴ കേട്ടോ. റോഡുമേലൊക്കെ വെള്ളം കയറിയാണ് നന്നായിട്ട്. മഴ ഒരു രീതിക്ക് നിൽക്കൂല എന്ന് തന്നെ ഉറപ്പുണ്ട് എനിക്ക്. ഏതെങ്കിലും ഓട്ടോറിക്ഷ പോയാലോ വേണ്ടല്ലേ. മഴ ഒന്ന് കുറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാലൊക്കെ മരവിച്ച് ഗൈസ് വരണ വയ്ക്ക് ഫുള്ള് റോഡ് ഫുള്ള് വെള്ളം. ഇതിൻ്റെ ഇവിടെയോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടൊക്കെ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. കാലെന്നാകെ വെള്ള കളറായി ഗൈസ്. എന്തിനത് ഷൂട്ടിട്ടാട്ടോ. ഷൂട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിരുന്നു കുറച്ചൊക്കെ. കൊടാ അപ്പം നമുക്ക് പുണ്ണീനെ പോയി. ഡേ എന്തുവാണ് ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ വരുമ്പോൾ നുറുക്കൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. എന്താ പൊട്ടി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നും വേറെ പറ്റി. അതൊക്കെ അന്ന് കിട്ടിയതാട്ടോ. ഞാൻ താടിയൊക്കെ ഷേവ് ചെയ്ത് ഇത് എടുക്കാൻ മുന്നേ പാടാട്ടോ. ഞാനിന്ന് രാവിലെ മുതലേ എടുക്കുന്നു കേട്ടോ. ഡൈമ ലൈഫാണ്. മറ്റേ സ്കൂൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച. കാരണം 3 വട്ടം നമ്മൾ സ്കൂൾ വ്ളോഗ് കിട്ടുന്നു. പിന്നെ നിങ്ങൾക്കും ചടക്കി എത്ര വെച്ചിട്ട് അത് കണ്ടിട്ടില്ലല്ലേ. അതൊക്കെ മൈൻഡിൽ നിന്നു. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ച്. ഇതിപ്പോൾ സ്കൂൾ വ്ളോഗ് ആണെങ്കിൽ ഞാൻ വീട്ടിലെത്തിയ വിശേഷങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ വീട്ടിലെത്തിയ വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ചുമ കിട്ട് മാറിയില്ല. ഏകദേശം 6:50 7 മണിയാവാനുണ്ട്. ഇപ്പോഴാണ് ചായ അടിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ വന്ന് കയറുന്നു കേട്ടോ. കാരണം വേറൊന്നല്ല, പുറത്ത് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര മഴ കാര്യങ്ങളോ. ഗേസ് അമ്പലത്തിൽ നിന്നാ കേട്ടോ ഭജന കാണിച്ചാൽ. ഞാനിന്ന് പോകണില്ല ഇനിയിപ്പോൾ, കാരണം കുറേ ലേറ്റായി വന്നതാണ് ക്വിസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് കഴിച്ചല്ലോ. എന്താടാ ചായ എവിടാ? അത് പൊട്ടിച്ചോ? ഗൈസ് ചായ കുടിക്കാൻ പോകുന്നു. ഇതാ ബൂസ്റ്റല്ലേ അവനുള്ള കേട്ടോ. ഈ കവർ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് അയ്യോ അല്ല ഫുള്ള് ഇട്ടായി. അയ്യോ ടേസ്റ്റ് ചെയ്താൽ നമ്മുടെ കവറുണ്ട് ഓടും. പൊട്ടുക പൊട്ടുക പൊട്ടുക. എനിക്കിത് രണ്ടും വേണം. തരുമോ നീ? ഗൈസ് അപ്പം നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ചായ ഒന്ന് കുടിക്കട്ടെ. ഞാനാകെ നനഞ്ഞിരിക്കുകയാണ്. മഴയത്താ വന്നത്. കുട ഉണ്ടെങ്കിലും മേലൊക്കെ നനഞ്ഞു. എൻ്റെ ഫോണൊക്കെ നനഞ്ഞു. ഇതൊന്ന് തുറക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് മൊണ്ണാക്കി എപ്പോഴും ടി വി ആട്ടോ. സ്കൂള് തുറന്ന് അപ്പോൾ ടി വി കാണല് തുടങ്ങി. എടാ സ്കൂള് തുറന്നാൽ എല്ലാവരും പഠിക്കല്ലേ ചെയ്യാ. ഇത് പിന്നെ എന്താ കാണുന്നത്? പുറത്ത് പിന്നെ എന്താ കത്തുന്നത്? പുറത്തെത്തിയിടും. സ്കൂള് ഇത് മേല കേട്ടോ. ചായ കുടിക്കുമ്പോൾ ചായ അടിച്ചിട്ട് പോയി പഠിക്കാനേക്കാ. ഉണ്ടോക്കെ ബ്രേക്കറിൻ്റെ മൂടി ഇപ്പോഴും തുറന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, അതിനൊരു സൂക്കട് ഉണ്ട്. ഇടയ്ക്ക് താന്നു മുന്തി കളിക്കൽ. പൊതുവെ കളിക്കല്ല, താവും പെട്ടെന്ന്. നമ്മൾ ഓവർലോഡൊക്കെ അതുമ്പോൾ കയറ്റി കഴിഞ്ഞാലേ പെട്ടെന്ന് താവും. പ്രത്യേകിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടി വിന്ന് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുന്ന ഒരു സാധനമാണിത്. ഇത് ലൈറ്റ് കത്തണുണ്ടല്ലേ. ഈ സാധനത്തിൻ്റെ വയറാണ് ഇപ്പോൾ നിങ്ങളിത് കാണുന്നത്. ഇത് ഇടയ്ക്കില്ല, അല്ല എപ്പോഴും ഇല്ല, ഇടയ്ക്ക് ഇത് നമ്മൾ പെട്ടെന്ന് കുത്തുമ്പോഴേ ആ ബ്രേക്കർ അവിടെ താവാൻ സാധ്യതയുണ്ട്. അതാണ് ക്ലിയർ കിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ക്യാമറയുമ്പോൾ വെള്ളം പറ്റിയിരിക്കും. അപ്പോൾ ടി വി ആണ് ഗൈസ്. ഹോം തിയേറ്ററിൻ്റെ റിമോട്ടിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ അത് ഇതിലെന്താണെന്നറിയില്ല. അത് ബാറ്ററി ഇടുമ്പോൾ നന്നായിട്ട് ആ ബാറ്ററി ഹീറ്റ് ആവുന്നുണ്ട്. എന്തോ റിമോട്ട് എന്തോ ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. ഇതൊന്നും റെഡിയാക്കാതെയാണ് ടി വി ഇട്ടുണ്ട്. ചാർജർ കുറച്ചാണ്.
പിന്നെ എപ്പോഴും ഹോസ്പോട്ടോ അന്ത മുഖം പാത്തിരിക്കേ ആ മുടി ഒന്നും കൂടി വെട്ടണം കഴിച്ചു. എന്താ അവന്റെ കോലം നോക്കിയേ. എന്റെ ഞാൻ വെട്ടിയതാ കേട്ടോ ഒരു എപ്പോ വെട്ടി ഇത്ര ഇഞ്ഞും പെട്ടണം. അപ്പൊ ഗൈസ് ഞാനിത് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി വരുന്ന വ്യാഴാഴ്ചയാണ് എൻ്റെ പിറന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത്, 18 വയസ്സാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിപൊളി വ്ളോഗൊക്കെ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇപ്പോൾ അതുള്ളൂ. ഒന്നുകൂടി പറയും, ചാനൽ സബ് ചെയ്യാൻ മറന്നവരോട് ഇപ്പം തന്നെ സബ് ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ പറയണ ഒരു കാര്യമാണ്, ചാനലൊക്കെ സബ് ചെയ്തു പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് വീഡിയോ ഇടുമ്പോൾ. നമ്മളിപ്പോൾ ഉടനടി ഇങ്ങനെ ഓരോ ഡെയിലി ആയിട്ട് ഇങ്ങനെ വീഡിയോസ് വിടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തത് അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓളാക്കിയിട്ടുണ്ടോ നോക്കുക പരമാവധി. അത് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓളാക്കിയിടുമ്പോഴേ ഞാൻ അയക്കണ വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി വരുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് മാത്രം ചെയ്യാനില്ല, അതിൽ ഓളാക്കിയിടണം. എന്നാലാണ് ഞാൻ ഉടനെ എല്ലാ ഇതും നിങ്ങൾക്ക് അപ്പം തന്നെ ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കുഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വെറൈറ്റി വീഡിയോ ആയിട്ട് വരെ. അതിൻ്റെ മുന്നേ മെഷീന് കിടന്നുറങ്ങി കേട്ടോ. ആ ചായയൊക്കെ കുടിച്ച് ചോറൊക്കെ ഒന്ന് കിടന്നുറങ്ങി. ഞാൻ പിന്നെ എപ്പോഴാണ് വരുന്നത്, ചോറൊക്കെ വയറച്ച് കഴിച്ച് രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കഴിച്ച്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ ട്ടോ.